ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഹോമിപ്പാമിന് വേണ്ടിയിട്ട് ഓഫേഴ്സൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സമ്മറിൽ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത്. അതായത് ഹോമിപ്പാം ഈ ഒരു സമ്മറിൽ മറ്റ് ക്ലബ്ബുകൾക്ക് അവൈലബിൾ ആണ്, നല്ല ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ വിൽക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം 90 സ്റ്റോപ്പേജാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2027 വരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു കരാറുള്ള താരമാണ് ഇദ്ദേഹം. 24 വയസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹം ഒരു സെൻറ്റർ ബാക്കാണ്. നമുക്കറിയാമല്ലോ ഇദ്ദേഹം ഏത് സീസണിലാണ്, ഇവാൻ്റെ ഫസ്റ്റ് സീസണിലാണ് ഒരു മിന്നി തിളങ്ങുന്നത്. 2021-22 സീസണിൽ ആദ്യ സീസണിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം സാധാരണ യങ് പ്ലേയേഴ്സ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നിടത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് താഴേക്ക് പോകുന്നൊരു സാഹചര്യമാണ് കണ്ടത്. അപ്പം അതിനുശേഷം ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു സെൻറ്റർ ബാക്കായിട്ട് കളിക്കേണ്ട ഒരു ഡിഫൻസിൽ തളച്ചിടേണ്ട പ്ലെയർ അല്ല, കുറച്ചും കൂടി ഒരു വിങ് ബാക്ക് റോള് കളിച്ച് അതിനേക്കാൾ ബെറ്റർ ആയിട്ടൊക്കെ വരുമെന്നുള്ളത്. പക്ഷേ വിങ് ബാക്കിൽ കളിപ്പിച്ചപ്പോഴും അദ്ദേഹം നിരാശപ്പെടുന്ന തരത്തിലേക്ക് മാറി. ഏറ്റവും അടുത്ത് കണ്ട ഒരു എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളൊരു സൂപ്പർ കപ്പ്. എന്താണെങ്കിലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇനി ഇദ്ദേഹത്തെ നമ്മൾ സെല്ല് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. ഓൾറെഡി വികാസ് ഷിംനാനെ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഈ ഒരു താരത്തിന് പകരം നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ചോയ്സ് ആയിട്ടുള്ള റൈറ്റ് ബാക്കുകളെ കിട്ടും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇങ്ങനൊരു പ്ലെയറെ കഷ്ടപ്പെട്ട് വെച്ച് റൈറ്റ് ബാക്ക് കളിപ്പിക്കേണ്ട ഒരു ആവശ്യകതയൊന്നും ഇല്ലല്ലോ. അപ്പം സെല്ല് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ സെല്ല് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. ISL 65 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആദ്യ സീസണിൽ ഉണ്ടായിരുന്ന പെർഫോമൻസ് അത് ലെസ്കോവിച്ചുമായിട്ട് കളിച്ചപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ അതിനുശേഷം എന്തൊക്കെ അബദ്ധങ്ങളാണ് ഓരോ സീസണിലും ഓരോ മത്സരങ്ങളിലും കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ റീവാമ്പ് ആവശ്യമാണ്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത് ഇപ്പോൾ ഹോമിപ്പാം റീവ എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. അതിന് പകരം നമുക്കിപ്പം ഇനി സെൻറ്റർ ബാക്കിൽ ഒരു ബാക്കപ്പ് ഓപ്ഷനും റൈറ്റ് ബാക്കിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന നല്ല ഓപ്ഷൻസും ഒക്കെ തേടുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള ഹോമിപ്പാം റൂവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന് സെൻറ്റർ ബാക്ക് അദ്ദേഹം മറ്റൊരു ക്ലബ്ബിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഇനി അദ്ദേഹത്തെ നിലനിർത്തണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് സൈനിങ് ഓഫ്.